എന്താണ് പ്രതീക്ഷിച്ചത് അത് അതേപടി തന്നെയുള്ള ഒരു ടീസറാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ. നല്ല കിണ്ണം കാച്ചിയ പവർ പാക്ഡ് ഐറ്റം. ആ ഒരു ടീസറിന് തന്നെ ആ ഒരു ഹൈ വോൾട്ടേജ് എനർജി ഉണ്ട്. അത് അതേപോലെ തന്നെ ഈ പടത്തിൽ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയ മാർക്ക് ആൻ്റണി, അത് പേഴ്സണലി എന്നെ സംബന്ധിച്ച് നല്ലൊരു തിയേറ്റർ വാച്ച് അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു. കാരണം ഭയങ്കര ഓറായിരുന്നു, പടത്തിന് ഭയങ്കര ഓളായിരുന്നു. ഫുൾ ഓൺ അതിൻ്റെ ആ ഒരു ഹൈ സൗണ്ടും. പടത്തിൽ എപ്പോഴും ഒരു ഡൗണില്ല, എപ്പോഴും പടം ഭയങ്കര ലൗഡായിട്ട് ആ 2-2.5 മണിക്കൂർ നമ്മൾ ഭയങ്കര എൻഗേജ് ചെയ്ത് പിടിച്ചിരുത്തുന്ന ഒരു ടൈം ട്രാവൽ പ്ലസ് ഒരു സൈഫൈ മോഡലുള്ള ഒരു പടം. അത് കിഡിലായിട്ട് അതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഡെലിവർ ചെയ്തൊരു പടമായിരുന്നു മാർക്ക് ആൻ്റണി. സോ അതിൻ്റെ അതേ വൈബിലുള്ള ഒരു പടം തന്നെ എനിക്ക് ഈ ഗുഡ് ബാഡ് അഗ്ലി എന്ന് തോന്നുന്നു ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ. അതേ പാറ്റേൺ ഓഫ് മ്യൂസിക് ഒക്കെ തന്നെ GVP ഇതിലും പൊളിക്കുന്നുള്ളത് തീർച്ചയാണ്. ദെൻ ഈ ചങ്ങായി അജിത്തിന് അല്ലെങ്കിൽ തലയ്ക്ക് കൊടുത്തിട്ടുള്ള കുറേ ഗെറ്റപ്പ്, ഈ പഴയ ബില്ലിലെ ഗെറ്റപ്പൊക്കെ, ആ ഗെറ്റപ്പൊക്കെ മൂപ്പരെ കണ്ടിട്ട് കുറേ ഈ സാൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലൊന്നും മാറ്റി പിടിക്കേണ്ട സമയം കുറേ എന്നൊക്കെ നമ്മൾ പല സിനിമകളും പറയാറുണ്ട്. ഇത് സ്ഥിരം ഇങ്ങനെ കണ്ട് ശീലിച്ചു. ഇപ്പോഴാണ് ഈ പടത്തിൽ കുറേ ഗെറ്റപ്പ് കാണുന്നുണ്ട്. മറ്റേതുണ്ട്, അതിൻ്റെ കൂടെ പഴയ ഒരു മങ്ങാത്ത വൈബും ഒരു ബില്ല വൈബും എന്തൊക്കെയോ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഒരു പിടുത്തം തരാതെയാണ് ഇതിൻ്റെ ടീസർ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഇതാവണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ടീസർ ഇറക്കാൻ. ഒരു പക്ക കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ട എല്ലാ എലമെൻസും ഇത് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പക്ക ഹൈ എനർജി മാസ് ഫീൽഡ് സാധനമാണെന്നുള്ളത് ടീസ് ചെയ്യുന്ന നല്ലൊരു ടീസർ തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു തല ഷോ തന്നെയായിരിക്കും മൂപ്പർ അതിൽ ഈ ടീസറിൽ തന്നെ പ്രോമിസ് ചെയ്യുന്ന പക്ക ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാൻ ഫേവറേറ്റ് ഐറ്റം. സോ ഐ എം ഹൈലി എക്സ്പെക്റ്റഡ് ഫോർ ദിസ്. ഈ പ്രത്യേകിച്ച് ടീസർ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കോ അല്ലെങ്കിൽ ഈ ചങ്ങായി ഇത് ഡയറക്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പോരാത്തന്നെ ആ മാർക്ക് ആൻ്റണി എന്ന സിനിമ അത്ര അടിപൊളിയായിട്ടൊരു നല്ലൊരു കൊമേഴ്ഷ്യൽ ടച്ചോടെ ഈ 2-2.5 മണിക്കൂർ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് തീർച്ചയായിട്ടും മുതലാവുന്നൊരു പടമായിരുന്നു ആ ഒരു പടം. പ്രത്യേകിച്ച് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ഓർമ്മയിൽ ഞാൻ മഴയത്തൊക്കെ ഫുള്ളായിട്ട് നനഞ്ഞിട്ടാണ് സിനിമ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഐ സ്റ്റിൽ വോണ്ട് റിഗ്രറ്റ് വാച്ചിങ് ദാറ്റ്. കാരണം അത്ര കിഡിലിനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിലൊക്കെ തീരെ ആൾ കുറവായിരുന്നെങ്കിലും അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു പടമായിരുന്നു മാർക്ക് ആൻ്റണി. അതേപോലെ തന്നെ അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പടമാവട്ടെ ഇതെന്ന് വിശ്വസിക്കാം. ഇപ്പോൾ ഒരു നല്ല തലപ്പടം കണ്ടിട്ട് കുറച്ചായി. ഇതിൽ ഫാൻസിനെ പുള്ള് ചെയ്ത് ഒരു പക്ക ഫാൻ ഷോ മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ എനിക്കിതിൻ്റെ ടീസർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു ടീസറിൽ കിട്ടിയ ആ ഒരു എനർജി അതേപോലെ തന്നെ പടത്തിലും റിഫ്ലക്റ്റ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സോ ഏപ്രിൽ 10 ഈ സിനിമ ഇറങ്ങുന്നത്. സോ ടീസർ എൻ്റെ ഹൈപ്പിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചെന്ന് പറയാം. ഐ എം റിയലി ഹൈ ഫോർ ദിസ്. ശരിക്കൊരു ഫാൻ ഷോ കാണേണ്ട ഒരു ഐറ്റം എന്ന് ടീസർ തെളിയിക്കുന്നു. സോ ഓൾറെഡി ഇതിന് ടീസർ കണ്ടവരുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മൾ താഴെ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.